ജീവനെടുക്കുന്ന ലഹരിക്കെതിരെയുള്ള റിപ്പോർട്ടർ ടി വിയുടെ പരമ്പര തുടരുകയാണ്. നേരത്തെ 2 വർഷത്തോളം MDMA ഉപയോഗിച്ച് അതിനടിമയായി പിന്നീട് അതിൽ നിന്ന് മോചിതനായ നിസാമിൻ്റെ ജീവിതം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. സമാനമായ രീതിയിൽ 4 വർഷത്തോളം കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന ഒരു മണ്ണാർക്കാട് സ്വദേശിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരു ദുർബല നിമിഷത്തിൽ ലഹരിക്ക് അടിമയാവുകയും പിന്നീട് അതിനുശേഷം ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ച് 8 വർഷത്തോളമായി ലഹരിയിൽ നിന്നും മോചിതനായി സുഖസുന്ദരമായൊരു ജീവിതം നയിക്കുന്ന യുവാവാണ്. എന്നാൽ ആ കാലത്തുണ്ടായ അനുഭവങ്ങൾ, ലഹരിക്ക് എത്തിപ്പെട്ടതടക്കമുള്ള അതിൻ്റെ വഴികളൊക്കെ തന്നെ നമ്മളോട് പങ്കുവെക്കുകയാണ്. എത്രാം വയസ്സ് മുതലാണ് ലഹരി ഉപയോഗിച്ച് തുടങ്ങിയത്? 16-17 വയസ്സ് മുതലാണ് ഞാൻ ഡ്രിങ്ക്സ് അടിക്കാൻ തുടങ്ങിയത്. അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 23-24 വയസ്സിലാണ് കഞ്ചാവിലോട്ട് കയറിയത്. പിന്നെ ഫുള്ള് ജീവിതം കഞ്ചാവായിരുന്നു ഒരു 2017 വരെ. 2017 വീട്ടുകാർക്ക് തോന്നി ഇങ്ങനെ കള്ളും കഞ്ചാവ് കുടിച്ചിട്ട് നടക്കുന്നത് അത്ര നല്ല, ഇതിൻ്റെ മോശം ഇതാണ്, കച്ചറ അടമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്, അടിപിടി കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഞ്ചാവ് കിട്ടാതെ കഴിഞ്ഞാൽ പിന്നെ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണമെന്ന് വീട്ടുകാർക്കൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ വീട്ടുകാരാണ് ഡി അഡിഷൻ സെൻറ്ററിലോട്ട് കൊണ്ടുപോയത്. അവിടെ പോയിട്ടാണ് ഞാൻ ജീവിതം തിരിച്ചു പിടിച്ചത്. അവിടെ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. 1-2 മാസത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അവിടെ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ പറഞ്ഞു, ഏതായാലും നീ ഡ്രിങ്ക്സൊക്കെ കള്ളും കഞ്ചാവൊക്കെ ഉപയോഗിക്കൽ നിർത്തിയല്ലോ, അപ്പം നീ ഇവിടെ തന്നെ ജോലിക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവിടെ ജോലിക്ക് കയറി. എങ്ങനെയാണ് ഈ കഞ്ചാവിലേക്ക് എത്തുന്നത്? കഞ്ചാവിലേക്ക് എത്തുന്നത് ഞാൻ ഡ്രിങ്ക്സ് മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ബീറ് കള്ളു കുടിക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു കൂട്ടുകാരൻ വഴിയാണ് എനിക്ക് കഞ്ചാവ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വലിച്ചപ്പോഴൊന്നും എനിക്കതിനൊരു അട്രാക്ഷൻ തോന്നിയില്ല, വലിക്കണം നന്നാണെന്ന് തോന്നിയില്ല. പക്ഷെ പിന്നെ ഇടയ്ക്കത് കിട്ടാൻ തോന്നിയപ്പോൾ, ഇവനെ കാണാൻ തുടങ്ങിയപ്പോൾ, ഇടയ്ക്കത് കിട്ടാൻ തോന്നിയപ്പോൾ പിന്നെ എനിക്ക് കഞ്ചാവിലോട്ടുള്ള പാലം കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഡ്രിങ്ക്സിലോട്ടുള്ള കമ്പം ഒഴിവായിട്ട് കഞ്ചാവിലോട്ട് മുഴുവനായി കയറാൻ തുടങ്ങി. പിന്നെ ആദ്യം 1-2 ബീഡിക്കെതിരെ വലിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് അതിന് ശേഷം 3 ബീഡി, 4 ബീഡിയായി, 5 ബീഡിയായി, 6 ബീഡിയായി അങ്ങനെ കൂടാൻ തുടങ്ങി. 6 കഞ്ചാവ് ബീഡിയൊക്കെ ഒരു ദിവസം 6 ബീഡിയോളം വലിച്ചിരുന്നു. ഇല്ലാത്തൊരു അവസ്ഥ പറ്റാത്ത രീതിയിലായി പോയ ഇല്ല. പിന്നീട് കുറച്ച് ഒരു ദിവസം 2 ദിവസം കിട്ടാതായപ്പോഴാണ് അതിൻ്റെ സങ്കടം മനസ്സിലായത്. കാരണം സങ്കടം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കള്ളുകൂടിയായിരുന്നപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം കള്ളില്ലെങ്കിൽ പോട്ടെ, എപ്പോഴെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് അടിക്കാമെന്നായിരുന്നു. പക്ഷേ കഞ്ചാവിൻ്റെ കാര്യം വന്നപ്പോൾ നേരെ തിരിച്ചായിപ്പോയി. കാരണം 2-3 ദിവസം ഇല്ലാതായപ്പോൾ അത് മനസ്സിന് ഭയങ്കര ഒരു വാശിയായി. വീട്ടുകാരെന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരല് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു ദിവസം കിട്ടാതാവും തോറും ടെൻഷൻ വരാൻ തുടങ്ങി. ടെൻഷൻ വരിക പറഞ്ഞാൽ കഞ്ചാവ് എങ്ങനെ കിട്ടണം, എവിടെയെങ്കിലും പോയി കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണയാണെന്നുണ്ടെങ്കിലും, ഇനി അതെല്ലാം മണ്ണാർക്കാടാണെന്നുണ്ടെങ്കിലും, പാലക്കാടാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടാതെ ഒരുപാട് അലഞ്ഞിട്ടുമുണ്ട്. പിന്നെ അങ്ങനെ ഒരു വീഡിയോ കിട്ടുമ്പോൾ ആ സങ്കടം മാറുന്നത്. അത് ഇല്ലാതാകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ആരെന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം വരല് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് ദിവസം കിട്ടാതായിട്ടില്ല, ഒരു 4-5 ദിവസം കിട്ടാതായപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതായി. കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല, വാതിലടച്ചിരിപ്പായി കഞ്ചാവിൻ്റെ പ്രശ്നം കാരണം. പോയിട്ടാണ് ഈ കഞ്ചാവ് വാങ്ങിയിരുന്നത്? എവിടെ നിന്നൊക്കെയാണ്? ഞാൻ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ഭാഗത്ത് പോയിട്ടാണ് വാങ്ങിയിരുന്നത്. ഇവിടെ പട്ടാമ്പിയിലും അങ്ങനെയൊക്കെ പോകാറുണ്ട് സാധനം മേടിക്കുക. കൂട്ടുകാരെ മുഖേന പല വഴിയിലും പോയിട്ട് മേടിക്കാറുണ്ട് സാധനം. സുഹൃത്തുക്കൾ വഴിയാണ് ഈ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങിയത്? അതെ, സുഹൃത്തുക്കൾ മുഖേനയാണ് കഞ്ചാവിലോട്ട് എത്തിയത്. കഞ്ചാവിലോട്ട് കയറിയതിന് ശേഷമാണ് ജീവിതാകെ തകർന്നത്. കാരണം ഒരു ദിവസം കിട്ടാതാവുമ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കേറെ പ്രയാസമായിരുന്നു. അപ്പോൾ അത് എവിടെ കിട്ടും എന്ന് എഴുതിയിട്ട് പോയി നടന്നിട്ടുണ്ട്. ഒറ്റക്കടക്കം പോയിട്ടുണ്ട്. ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്കില്ലെങ്കിൽ ബസ്സിനടക്കം പോയിട്ട് കിട്ടാൻ നോക്കിയിട്ടുണ്ട്. ജോലിക്ക് പോയിരുന്നില്ല അപ്പോൾ ഈ സമയങ്ങളിൽ? ജോലിയിലൊക്കെ പോയിരുന്നു. ജോലിയിൽ ഡ്രിങ്ക്സ് ആയിരുന്ന ടൈമിലൊക്കെ ജോലി പോകുമ്പോൾ നല്ല സിൻസിയറായിട്ട് ജോലി പോയിരുന്നു. കഞ്ചാവിലോട്ട് കയറിയതിന് ശേഷം ജോലി പോകുക പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ 4 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസം ജോലിക്ക് പോകില്ല. കാരണം ഈ കഞ്ചാവ് മേടിക്കലൊക്കെ പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തീർന്ന വരെ പിന്നെ ജോലിക്ക് പോകാതെ വലിച്ചുകൊണ്ടിരിക്കലായിരുന്നു. അത് വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ലൊരു ജോലിയെടുത്ത് ജീവിക്കേണ്ട ആളല്ലേ, ഇങ്ങനെ വഴിതെറ്റി പോകുകയാണല്ലോ എന്നുള്ള സങ്കടം വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. കുടുംബജീവിതമൊക്കെ ആകെ താളം തെറ്റിയിരുന്നു അല്ലേ? വീട്ടിലത്തെ ഉമ്മയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ. ഞാൻ മുമ്പ് കഞ്ചാവിലോട്ട് വരുന്നതിന് മുമ്പായപ്പോൾ കള്ളുടിയായപ്പോഴും മുമ്പാക്ക് സങ്കടം ഉണ്ടായിരുന്നു. വീട്ടുകാർക്ക് സങ്കടം ഉണ്ടായിരുന്നു. എങ്ങനെയും മാറ്റിയെടുക്കണം എന്നില്ല നിർത്താൻ എന്നോട് വീട്ടുകാരെല്ലാവരും പറയാറുണ്ട്. കള്ളാണെന്നുണ്ടെങ്കിലും ഇത് കുടിക്കാൻ പാടില്ല, അത് നമുക്ക് ശരിയാവില്ല, കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമെന്ന് വീട്ടുകാരൊക്കെ പറയാറുണ്ട്.
അപ്പോൾ ഞാൻ അതിലോട്ട് മാറണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു കള്ളിൽ നിന്ന്. പക്ഷേ കള്ളിൽ നിന്ന് പെട്ടെന്ന് കഞ്ചാവിലോട്ട് കയറിയത് നേരെ തിരിച്ചായിപ്പോയി. കാരണം കള്ളും കഞ്ചാവും ഒരുമിച്ചാകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം, ഒരുവിധം ശമ്പളം പകുതിയും മുക്കാലും വരെ കഞ്ചാവിനായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ അക്രമാസക്തനാകുന്ന അവസ്ഥയൊക്കെ അക്രമസത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഈ സുലഭമായിട്ട് കഞ്ചാവ് വിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ആ സമയങ്ങളൊക്കെ തന്നെ എല്ലായിടും. അതെ, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു കഞ്ചാവായിരുന്നു. കാരണം ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. കാരണം അന്നൊക്കെ ഞാൻ വലിക്കുന്ന സമയത്ത് പറഞ്ഞാൽ 2015 2016 ആ ടൈമാണ്. 2015-16 ആ ടൈമാണ്. ആ സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് കിട്ടിയിരുന്നു. കാരണം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പെരിന്തൽമണ്ണ പോയി കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ എവിടെയെങ്കിലും ഒരു കൊടുത്തുണ്ടാവും, അല്ലെങ്കിൽ മണ്ണാർക്കാട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരുന്നു. സുലഭമായിട്ട് കിട്ടിയിരുന്നു. പോയി കഴിഞ്ഞാൽ അപ്പോൾ വേണമെങ്കിൽ മേടിച്ച് പോരായിരുന്നു. പെട്ടെന്ന് കിട്ടിയ ടൈം അന്ന്. കാരണം റേറ്റും കാര്യങ്ങളും കുറവായിരുന്നു. കാരണം 100 രൂപ 200 രൂപയൊക്കെ വന്നിരുന്നത്. ഇപ്പം അതിനെന്താ റേറ്റ് കാര്യമൊന്നും എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ 8 വർഷത്തോളമായി ലഹരിയില്ല, കള്ളില്ല, കഞ്ചാവില്ലാത്തൊരു പുതിയ ജീവിതം ജീവിക്കണു. ഇപ്പം എൻ്റെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചോദിച്ചാൽ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ജ്യൂസ് ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ അതാണ് എൻ്റെ ലഹരി. അതല്ലാത്തൊരു ജീവിതം ഇല്ല. കഞ്ചാവിൻ്റെ വിൽപ്പന എന്ന് പറയാൻ മാത്രമല്ല, പക്ഷേ എങ്കിലും ചെറിയ തോതിലേക്ക് വിൽപ്പന നടത്തിയിരുന്നു. കഞ്ചാവിനുള്ള പണം കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. കഞ്ചാവിലോട്ട് അതെ, കഞ്ചാവ് മേടിക്കണം, കഞ്ചാവ് വലിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ബൈക്ക് എന്തെങ്കിലും മേടിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു കഞ്ചാവിൻ്റെ ആ ടൈമിൽ. പക്ഷെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. കഞ്ചാവായിരുന്നു മെയിനായിട്ട്. ഈ ജീവിതം സത്യത്തിൽ ഇതിന് അടിമപ്പെട്ട് തകർന്നു പോയില്ല ആ സമയങ്ങൾ ചെയ്ത്? തകർന്നു പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം വീട്ടുകാർക്കും ഇവർക്ക് കുടുംബം തന്നെ ആകെ തകർന്നു പോയി. ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായി. വീട്ടുകാർക്ക് നാട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാത്ത പോലത്തെ കുറേ കാര്യങ്ങളൊക്കെ സംഭവം വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കാര്യം. കാരണം ഈ കഞ്ചാവിൻ്റെ കെണിയിൽ പെട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതൊന്നും ഇല്ലാത്തൊരു ജീവിതമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സന്തോഷമായിട്ട് സുഖമായി ജീവിച്ചേനെ. ഇപ്പോൾ ഈ സമൂഹത്തിൽ 2 തരം ആളുകളാണുള്ളത്. ഒന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരും പിന്നീട് അതിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകളും. ഇപ്പോൾ ലഹരി ഉപയോഗിച്ച് നിൽക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ആളുകളോട് എന്താണ് പറയുന്നത്? ലഹരി ഉപയോഗിക്കാനുള്ള ആളോട് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു ചെന്ന് പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധിക്കുന്ന സംഭവമാണ്. അതേപോലെ തന്നെ അതിലൂടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് സാധിക്കും. കാരണം ഇപ്പോൾ ഒരു വീടിക്ക് കള്ളുടിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കള്ള് സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയുറക്കും കാലുറക്കും എന്നൊക്കെ പറയണമെങ്കിലേ. അതേപോലെ പക്ഷേ കഞ്ചാവിൻ്റെ കടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ കയ്യും കാലും മറക്കലല്ല, മൈൻഡിലാണ് നേരെ വരുന്നത് പ്രശ്നം. കാരണം മനസ്സിനാണ് ആ പ്രശ്നം വരിക. കള്ളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയത്, കള്ളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം കുടിച്ചിട്ടില്ലെങ്കിൽ കൈ വിറയ്ക്കൽ, അതല്ലെങ്കിൽ ഒരു ചെറിയ തോതിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. ചിലയിൽ കൈ വിറച്ചിട്ടും കാല് വിറച്ചിട്ടൊക്കെ കടക്കലും ഇരിക്കലൊക്കെ ഉണ്ടാവും, അങ്ങനെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ കഞ്ചാവിൻ്റെ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിന് ബാധിക്കുന്ന സംഭവമാണ്. കള്ളിൽ 2 ദിവസം അല്ലെങ്കിൽ എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും. പക്ഷേ കഞ്ചാവ് ഒരു 2-3 ദിവസം ഇല്ലാതായി കഴിഞ്ഞാൽ അത് മൈൻഡിന് പ്രശ്നം വരും. കാരണം ടെൻഷൻ വരും. മൈൻഡിന് പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ ടെൻഷൻ തോന്നും നമുക്ക്. എങ്ങനെ ഇത് കിട്ടണം, എവിടുന്ന് കിട്ടുക എന്നുള്ള ടെൻഷനായി പോകും. കാരണം നമ്മൾ വലിച്ചു കയറ്റുന്നത് തലച്ചോറിലോട്ടാണോ, മറ്റേത് വലിച്ചു കുടിച്ച് ഇതാക്കുന്നത് വയറ്റിലോട്ടുമാണ്. അപ്പോൾ രണ്ടും വേറെ വേറെ വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ കഞ്ചാവ് വലിക്കുക എന്ന് പറഞ്ഞാൽ വലിച്ച് നേരെ കയറുന്നത് തലച്ചോറിൻ്റെ അതിൽ പ്രശ്നം വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ നേരെ വയറ്റിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് തലക്ക് പിടിക്കും. പക്ഷെ തലക്ക് പിടിക്കുന്ന കള്ളു കുടിച്ചതിനെക്കാട്ടിലും മപ്പാണ് കഞ്ചാവ് വലിച്ചാൽ കിട്ടുന്നത്. ഈ സിനിമ കണ്ടിട്ട് കഞ്ചാവിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ പോലെ ആളുകളുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്, ഒരു ഡി അഡിക്ഷൻ സെൻ്ററാണ്. ഞാനിവിടെ ജോലി ചെയ്യുന്നതാണ്. ഞാനിവിടെ ഒരു 7-8 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ തന്നെ ഒരുപാട് പിള്ളേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ വരിക. കച്ചറ അലമ്പ് കാണിച്ചിട്ട് ഗ്ലാസ് തടിച്ചു പൊട്ടിച്ചിട്ട്, വണ്ടിയുടെ ഗ്ലാസ് അതും ഇതൊക്കെ തടിച്ചു പൊട്ടിച്ചിട്ടുള്ള അവസ്ഥയിലാണ് ഓരോ പിള്ളേർ വരിക. അപ്പോൾ അവരൊക്കെ ഒരുപാട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഞാനൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ അന്ന് കള്ളും കഞ്ചാവും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നും. ഇവരിത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഓരോ മെഡിസിൻ്റെ ഓരോ ലഹരിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ മേലോട്ട് നോക്കിപ്പോവും. അങ്ങനത്തെ അവസ്ഥയാണ്. സിനിമ അവർക്ക് പ്രചോദനമാകുന്നുണ്ട്. കാരണം കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ ഈ കുട്ടികൾ തമ്മിൽ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2-3-4 പേര് ഒരുമിച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ അവർ തമ്മിൽ തന്നെ ഒരു ഇത് വരുന്നുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ, നീ ആ സിനിമയിൽ കണ്ടില്ലേ കഞ്ചാവ് വലിക്കുന്നത് കണ്ടില്ലേ, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നത് കണ്ടില്ലേ, അല്ലെങ്കിൽ മറ്റേ MDMA ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ. അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇതല്ലേ, നമുക്ക് നോക്കിയാലോ, എവിടെ നിന്നെങ്കിലും കിട്ടുമോ നോക്കിയാലോ, ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കാം, പറ്റിയില്ലെങ്കിൽ ഒഴിവാക്കാമെന്നുള്ള ചിന്തയിലാണ് ഫസ്റ്റ് വരിക. അതായത് ഫസ്റ്റ് തുടങ്ങുന്നത് നമുക്കൊന്ന് മേടിച്ച് നോക്കാം,
നമുക്ക് മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് പറ്റുന്നതാണെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാമെന്ന് പറയാം. ഇവരിതിലോട്ട് 1-2 പ്രാവശ്യം അതിൻ്റെ രസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരത് ഒഴിവാക്കില്ല. പിന്നെ അങ്ങനെ അതിലൂടെ കയറിയിട്ട് പിന്നെ ഇവരെ അതിലോട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങും. കഞ്ചാവ് മാത്രമല്ല, MDMA അടക്കമുള്ള പല സിന്തറ്റിക് ലഹരികളും ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ വർഷങ്ങളോളം കഞ്ചാവിന് തന്നെ അടിമയായിട്ടുള്ള ഒരാൾ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ തന്നെ പങ്കുവെക്കുന്നത്. ഇനി ആരും അതിന് അടിമപ്പെടരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ആ പങ്കുവെക്കൽ. സ്ഥിരമായുള്ള നിങ്ങളുടെ കഞ്ചാവിൻ്റെ ഉപയോഗം പോലും നിങ്ങളെ മാനസികമായ നില തെറ്റിക്കുന്നതിലേക്കും മാരകമായ രോഗങ്ങളിലേക്കുമാണ് തള്ളിവിടുന്നത്. അങ്ങനെയെങ്കിൽ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ ദുരന്തപൂർണമായ ജീവിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തോവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.